മേഘ എന്ന പെൺകുട്ടി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം. മേഘയുടെ വീട് പത്തനംതിട്ടയായിരുന്നു. അമ്മ, അച്ഛൻ, മേഘ ഒരൊറ്റ മോളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു കുട്ടിയൊക്കെ ആവുമ്പം അതിൻ്റേതായ രീതിക്ക് വളർത്തിക്കൊണ്ടുവന്ന് മേഘയെ പഠിപ്പിച്ച് വലുതാക്കി. മേഘയ്ക്ക് 24 വയസ്സായി. ആ 24 വയസ്സിനിടയിൽ ഈ മേഘയ്ക്ക് ജോലിയായി. നല്ലതുപോലെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ടെസ്റ്റ് എഴുതി കയറി. മേഘയ്ക്ക് ജോലിയായിട്ടിപ്പം 1 വർഷമേ ആയുള്ളൂ. തിരുവനന്തപുരത്താണ്, എയർപോർട്ടിലാണ് ജോലി. IB ഉദ്യോഗസ്ഥയാണ്. അതിനിടയിൽ ഈ സുഗാന്ത് ഇവർ ട്രെയിനിങ്ങിന് അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഇവർ തങ്ങളിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ സുഗാന്ത് എന്ന് പറയുന്ന അയാൾക്ക് ജോലി കിട്ടിയത് എറണാകുളത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം വരെയൊക്കെ ചെയ്യുമായിരുന്നു. മേഘയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് കാറിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ മേഘയുടെ അച്ഛൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് തന്ന് ഇവരിങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ വെച്ച് എന്തോ കാറിൽ അതിൻ്റെ ഇതെന്തോ ആണ് അത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പോകുന്ന വഴിക്ക് വെച്ച് അച്ഛനിൽ മെസ്സേജ് വരികയും അങ്ങനെ കാര്യങ്ങൾ തിരക്കി. എന്താണ് നീ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോഴാണ് ചോദ്യം ചെയ്തപ്പോഴത്തേക്കാണ് പറഞ്ഞ് ഇതുപോലെ സുഗാന്തുമായിട്ട് ഞാൻ സ്നേഹത്തിലാണ് എന്ന് അമ്മയും അച്ഛനും അറിയുന്നത്. അങ്ങനെ ആദ്യം ഒത്തിരി എതിർത്തെങ്കിലും പിന്നെ അച്ഛനും അമ്മയും കുഴപ്പമില്ല, മേഘയ്ക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുഗാന്തിനെ കെട്ടോളെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛനും അമ്മയും സമ്മതിക്കുകയും ഒക്കെ ചെയ്തു. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സുഗാന്തിനെ കൊണ്ട് മോളായിട്ടുള്ള കല്യാണം നടക്കണം. അത് ഏതൊരു അച്ഛനും അമ്മയ്ക്കായിരുന്നാലും ആഗ്രഹം കാണും. പിന്നെ മേഘയ്ക്ക് ആ പയ്യനെ മതി എന്നുള്ള ഒരിതിൽ നിന്ന് അങ്ങനെ കല്യാണം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അവനുമായിട്ട് സംസാരിച്ച്. പക്ഷേ അവർ ഒഴിഞ്ഞു മാറുന്നു. ഈ സുഗാന്തൻ എന്ന് പറഞ്ഞ പയ്യൻ ഈ കല്യാണത്തിൻ്റെ കാര്യം അച്ഛനും അമ്മയായിരുന്നാലും മേഘയായിരുന്നാലും എനിക്ക് പെട്ടെന്ന് കല്യാണം ഇതുപോലെ വേണം. അവർക്ക് എത്രയൊക്കെയായാലും അച്ഛനും അമ്മയ്ക്കും പേടിയല്ലേ, ഇനി ഇത് ഇന്ന് പിന്തിരിഞ്ഞു പോവോ അങ്ങനെയുള്ളൊരിത് കാണും. പിന്നെ ഇവർ ഇങ്ങനെ പോണത് കൊണ്ടൊക്കെ ആയിരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മേഘ ഇവിടെ നിന്ന് അങ്ങ് വരെ പോകും. അങ്ങനെയൊക്കെ ഉള്ള ഒരിത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചത്. അപ്പം അങ്ങനെ ഇരിക്കവേ ഇതുപോലെ ഫോൺ വിളിക്കുകയും മേഘ ഇതുപോലെ അവൻ്റെ അടുത്ത് കാര്യം അറിയിക്കുകയും ചെയ്തു. സുഗാന്തിൻ്റെ അടുത്ത് ഇതുപോലെ അച്ഛനും അമ്മയും കല്യാണം ആലോചിക്കുകയാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ദിവസം അപ്പം ഇവനെന്തോ ഈ മേഘയായിട്ട് ഇഷ്ടത്തിലായിരിക്കവേ ഈ സുഗാന്ത് വേറൊരു പെൺകുട്ടിയായിട്ട് അങ്ങനെ ഉള്ള ബന്ധം ഉണ്ടായിരുന്നു. മേഘയുടെ അടുത്തുള്ള സ്നേഹം കുറഞ്ഞു വരികയും അങ്ങനെ അതിനുശേഷം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മേഘയ്ക്ക് ഇതുപോലെ സാലറി മാസം തോറും ശമ്പളം കിട്ടണ ആ പൈസ പിന്നെ ഇതുപോലെ സുഗാന്ത് എന്ന് പറഞ്ഞ അമ്മ മേഘയുടെ അടുത്ത് ചോദിച്ച് ഈ മേഘ എന്തോ നെയ്യും ഈ കിട്ടണ ശമ്പളം മുഴുവനും സുഗാന്തിൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പം ഒരു IB ഉദ്യോഗസ്ഥയെന്ന് പറയുമ്പം 50,000 മുതൽ 1,50,000 വരെയൊക്കെ സാലറി ഉണ്ട്. എന്തായാലും 1,00,000 മുകളിലോട്ട് ഈ മേഘയ്ക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം ഈ പൈസ എന്ന് പറഞ്ഞാൽ ഈ പൈസ മുഴുവനും ഇയാളെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഫുഡ് കഴിക്കാൻ പോലും ഈ പെൺകുട്ടിയുടെ കയ്യിൽ 5 പൈസ ഇല്ലാതായി. കൂടെ ജോലി ചെയ്യുന്ന അവരെ നിന്നൊക്കെയാണ് മേടിക്കണതായിരുന്നു. ആണ് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. 50 ആയിരുന്നാലും 100 ആയിരുന്നാലും കൊടുത്ത് ഫുഡിനൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ അവരൊക്കെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഈ കുട്ടിക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അവസാനം ലാസ്റ്റ് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ അക്കൗണ്ടിൽ 1 പൈസയില്ല, 80 രൂപ മാത്രം ആ അക്കൗണ്ടിൽ കിടക്കണം. ഒരു IB ഉദ്യോഗസ്ഥയാണ്, 24 വയസ്സിൽ ജോലി വാങ്ങിച്ച ഒരു പെൺകുട്ടിയാണ്. എത്രയും അവൻ കൊണ്ടുപോയി. അവനാണെങ്കിലോ ഇട്ടുമൂടാൻ അത്രയ്ക്കും വകയുള്ള ഒരാൾ ഈ സുഗാന്തൻ എന്ന് പറയുന്ന അവൻ. അത്രയ്ക്കും വകയുണ്ട്. അതും ഒരു മോനാണ്. അത് അമ്മ എന്തോ റിട്ടയർഡ് ഉദ്യോഗസ്ഥ അങ്ങനെ കണ്ടേണ്. അച്ഛന് ബിസിനസ്സാണ്. പക്ഷേ ഇഷ്ടം പോലെ ഓരോ സ്ഥലത്തും വാങ്ങിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു. പെരേഡായിരുന്നാൽ അവനാണ് അവൻ്റെ വീട്. അങ്ങനെയൊക്കെ ആയി. എന്നിട്ട് പോലും ഈ പെൺകുട്ടിക്ക് 5 പൈസ കൊടുക്കാതെ ഈ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ ഇവളെടുത്ത് പറഞ്ഞ്
എല്ലാം അങ്ങ് വാങ്ങിക്കും. ഇത് വെറും ഒരു മടയത്തരല്ലേ ഈ പെൺകുട്ടി കാണിച്ചത്. എന്നിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെങ്കിൽ അവൻ തിരിച്ച് 500 രൂപയെങ്ങാനും കൊടുക്കും. ആ അവസ്ഥ വരെ ആയി ഈ പെൺകുട്ടിക്ക്. എന്ന് പറഞ്ഞാൽ മുമ്പ് കഴിഞ്ഞിരുന്ന കാര്യം പറയണ്. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ, മേഘയെന്ന് പറയുന്ന ഈ കുട്ടിയുടെ വീട്ടിൽ ഇവൾ ഭയങ്കര പൈസ സൂക്ഷിപ്പാണ്. ഈ കുടുക്ക ഉണ്ടല്ലോ, കായ് കുടുക്ക എന്നാണ് പറയണത്. ഈ കുടുക്ക അതിനകത്ത് പൈസ ഇവൾ ശേഖരിച്ച് വെച്ച് അമ്മയ്ക്കും അച്ഛനും കൊടുക്കുമായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെ കഴിഞ്ഞ ഒരു മോളാണ്. പക്ഷേ പിന്നെ അങ്ങനെ അവർ പഠിപ്പിച്ച്, അതും ഒറ്റ മോളാണ്, അവർക്കും അത്യാവശ്യമുണ്ട്, അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ മോളെ പൈസ വേണ്ടി വരില്ല, മോളെ ആവശ്യത്തിന് ചിലവാക്കട്ടെ എന്ന് അച്ഛനും അമ്മയും വിചാരിച്ച്. പക്ഷേ ഈ കുട്ടിക്ക് പൈസ ഒന്നും കിട്ടാതെ ആയി. ഇത് അത്രയ്ക്ക് അങ്ങ് സ്നേഹിച്ചു പോയി. അതിൻ്റെ ഇടയിലാണ് ഇവൻ വേറെ ബന്ധങ്ങൾ ഇവന് വന്നപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത് സ്നേഹം കുറഞ്ഞു. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി അത് പോലീസ് കണ്ടുപിടിക്കും. എന്ത് തന്നെ ആയിരുന്നാലും ഈ സുഗാന്തം എന്ന് പറയുന്ന യവായി ഇപ്പോൾ ഒളിവിലാണ്. പക്ഷേ ഈ കുട്ടി പിന്നെ ലാസ്റ്റ് വിളിക്കുന്നത് യവനെ വിളിച്ച് കല്യാണത്തിൻ്റെ കാര്യം എന്തോ സംസാരിച്ചപ്പോൾ ഈ കുട്ടിയുടെ അടുത്ത്, മേഘയുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് നമ്മളെ കല്യാണം കഴിക്കാൻ പറ്റൂല, അവന് വേറെ ബന്ധം ഉള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങനെ പറയണതായിരിക്കും എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ തങ്ങളിൽ കുറച്ച് നേരം സംസാരിച്ച് ഈ പെൺകുട്ടി എന്തോ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ്. കറക്റ്റ് ഫുഡ് കഴിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയോ അച്ഛനെയോ വിളിക്കാതെ ഈ മേഘ ഇരിക്കേയില്ല. അതിൻ്റെ അന്ന് തലേ ദിവസം പോലും അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഫുഡ് കഴിക്കാൻ പോവേണമെന്ന് പറഞ്ഞ്. പക്ഷേ അന്ന് ഇതുപോലെ ഫോൺ വിളിച്ചുകൊണ്ട് പോണ സമയത്തും പേട്ടയാണ് സംഭവം നടക്കുന്നത്. ട്രെയിനിൻ്റെ അടിയിൽ ഈ കുട്ടി ഇങ്ങനെ ട്രെയിനിൻ്റെ അടുത്ത് ഇതിങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് പോവുകയും ഈ ഫോൺ എടുത്ത് ഈ കുട്ടി ദേഷ്യത്തിൽ എറിയുകയും ചെയ്ത്, എറിഞ്ഞിട്ടാണ് ട്രെയിനിന് മുന്നിൽ കുട്ടി ചാടി ആത്മഹത്യ ചെയ്തു. ഇത്രയും വിദ്യാഭ്യാസമുള്ള മോളല്ലേ, ഇതെന്തിനാണിത് ചെയ്തത്? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ചെയ്ത് ജീവിച്ചൂടെ ഇതിനെ ഈ കുട്ടിക്ക്? അപ്പം അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം മേഘ ഇങ്ങനെ ചെയ്തത്. എന്നാലും ഇപ്പം ആർക്കാണ് നഷ്ടം? ആ അമ്മയ്ക്കും അച്ഛനും അല്ലേ നഷ്ടമായത്? അവനെന്തോന്ന് നഷ്ടം? അവന് ഒരു നഷ്ടവും ഇല്ല. അവൻ അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കും. അവന് ഇട്ട് മൂടാൻ പറ്റാത്ത അത്രയും വകയാണ് അവന് കിടക്കണം. അവിടെ ലക്ഷങ്ങളാണ് മേടിച്ച് കൂട്ടിയിരിക്കണം. ആ കണക്കിനാണ്. ഒരു ഒറ്റ മോനേ ഉള്ളൂ. അതുപോലെ ഇപ്പം ഈ കുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ അന്ന് ട്രെയിനിന് മുന്നിൽ ചാടി എന്ന് ആരോ വിളിച്ച് പറഞ്ഞും ചാടുമെന്ന് ഈ കുട്ടി പറഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ഫോൺ എടുത്ത് എറിയണതും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. പിന്നെ ഇവൻ അറിഞ്ഞും കൊണ്ട് അവൻ ഓഫീസിലിരുന്ന്, ഈ സുഗാന്തം എന്ന് പറയുന്ന ഓഫീസിലിരിക്കുകയായിരുന്നു. ഇരുന്ന് ജോലി ചെയ്ത സമയത്ത് അവിടെ ഉള്ള ആ ഓഫീസിൽ ജോലിയുള്ളവർ ഇതുപോലെ ഇവൻ്റെ അടുത്ത് പറയും, സുഗാന്തിൻ്റെ അടുത്ത് പറയുകയും പറഞ്ഞപ്പോൾ അവിടെ കിടന്ന് കുറേ കള്ളക്കരച്ചിൽ അങ്ങോട്ട് കരഞ്ഞു. വലിച്ചു കീറിയുള്ള കരച്ചിലായിരുന്നു. അത് അവൻ്റെ അഭിനയമായിരുന്നു. എന്നിട്ട് അതിന് ശേഷം ഒരു കൂസലും ഇല്ലാതെ യവൻ എന്തോന്ന് ചെയ്ത് അവിടെ നിന്ന് മുങ്ങി. പിന്നെ യമ ഓഫീസിൽ അങ്ങനെ വരക്കയില്ല. അവൻ അവിടെ നിന്ന് മുങ്ങി. അവൻ്റെ വീടും പൂട്ടി. ഇവനെ പിടിക്കപ്പെടും എന്നുള്ള ഒരിതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പൈസ മൊത്തം വാങ്ങിച്ച രേഖകളെല്ലാം പരിശോധിച്ചപ്പോൾ യവൻ്റെ അക്കൗണ്ടിലോട്ടാണ് പോയത്. മൊത്തത്തിൽ പൈസ പോയത് യവൻ്റെ അക്കൗണ്ടിലോട്ടായിരുന്നു. ഇപ്പം എന്ത് തന്നെ ആയിരുന്നാലും യവൻ്റെ അമ്മ, യവൻ്റെ അച്ഛൻ, സുഗാന്തം എന്ന് പറയണോ, അവൻ്റെ അമ്മ, അവൻ്റെ അച്ഛൻ, ഇവരെല്ലാവരും വീടും പൂട്ടി അവിടെ അന്ന് ഇവർ നാട് വിട്ട് ഒരു ഒളിവിലാണ്. ഏതോ ബന്ധു വീട്ടിലാണെന്ന് പറയുന്നു. എന്നിട്ട് ഈ സുഗാന്തിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ സഹോദരൻ തൊട്ടടുത്ത് താമസമുണ്ട്. ആയിട്ട് പോലും ഇവന് സഹകരണം ഇല്ല. ആ നാട്ടിലുള്ള ആർക്കും അറിഞ്ഞൂടാ ഇവൻ IV ഉദ്യോഗസ്ഥനാണെന്ന് ആർക്കും അറിയില്ല. അവിടെ അയൽവക്കക്കാരുമായിട്ട് ഒരു പരിചയവും ഇല്ല. ഇവർക്ക് ഒരു സഹകരണവും ഇല്ല. അവിടെയെങ്ങുള്ള ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ഇത്തിരി ദൂരോട്ട് അങ്ങോട്ട് അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ആരെയും ഈ അയൽവക്കക്കാരെയായിട്ട് ഇവന് ഒരു സഹകരണവും ഇല്ല. ഇവനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും അച്ഛനായിരുന്നാലും ഇവരങ്ങനെ സഹകരിക്കണവരല്ല. അപ്പോഴാണ് അറിയണത് ഇവൻ IV ഉദ്യോഗസ്ഥനാണ്, ഇങ്ങനെ ഒരു ജോലി ഉണ്ട് എന്നുള്ളത്. നാട്ടുകാർ പോലും ഈ കുട്ടി മരിച്ചതിന് ശേഷമാണ് അറിയണത്. ഈ മേഘ എന്ന പെൺകുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും
മോളെ എന്തായാലും നഷ്ടപ്പെട്ട്. ഈ മോൾ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഈ മേഘ അങ്ങനെ ചെയ്തത് ശരിയായില്ല. എന്തിന് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്? അവൻ പുല്ല് പോകണമെങ്കിൽ അങ്ങ് പോട്ടെന്ന് വെക്കണമായിരുന്നു. അത് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി സംഭവം നടന്നിട്ട്. ഇനിയിപ്പോൾ കേസിൻ്റേതായിട്ട് പോവും. അതുപോലെ അവൻ ഒളിവിലാണ്. അവനെ ഇതുവരെ പിടികിട്ടിയില്ലെന്ന് പറയണം. ഇത്ര ഒളിവിലിരിക്കുക. ഇത് എവിടെ ഏത് ഗുഹയ്ക്കകത്ത് ഇറങ്ങിയിരിക്കണമേ? ഏത് കുഴിക്കകത്ത് പാതാളത്തിനകത്ത് അവനും അച്ഛനും അമ്മയും കൂടെ ഒളിച്ചിരിക്കുന്നു. ഇതുവരെയും പിടികിട്ടിയില്ല എന്ന് പറയണേ. എന്നിട്ട് സുരേഷ് ഗോപി സാറ് വന്ന് സമാധാനിപ്പിച്ച് ഇങ്ങനെ യവനെ വിടാൻ പാടില്ല, അതിൻ്റേതായ നടപടി എടുക്കണം എന്നുള്ള ഇത് സുരേഷ് ഗോപി സാർ അറിയിച്ചായിരുന്നു. നല്ല കാര്യം. എന്ത് തന്നെയായാലും അവനെ പിടിക്കണം. ഇപ്പം ഇവരെ വീട്ടിലുള്ളവർ, ഈ സുഗാന്തിൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും ഇതിനായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അല്ലെങ്കിൽ ശരിയാണ് മോനെ, നീ സ്നേഹിച്ച് എന്തായാലും അവന് ജോലിയുണ്ട്, ഈ സുഗാന്തിന് ജോലിയുണ്ട്, ഈ മേഘയെന്ന് പറയുന്ന പെൺകുട്ടിക്ക് ജോലിയുണ്ട്. അപ്പോൾ എന്തു ചെയ്യണമായിരുന്നു? രണ്ടുപേർക്കും ജോലിയുണ്ടല്ലോ. അപ്പോൾ എന്താ, അവർ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ. രണ്ടുപേർക്കും വീടുണ്ട്, രണ്ടുപേര് വീട്ടിലും ഒരേ മക്കളാണ്. അപ്പോൾ കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് അച്ഛനും അമ്മയും വിചാരിക്കണമായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ഇതില്ല. അപ്പം വീണ്ടും പണത്തിന് ആർത്തി കയറിയ ഈ സുഗാന്ത് എന്ന് പറയണ ഈ നാറി എന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ളവന്മാരെ. ഈ നാറി വീണ്ടും ഇവന് പണത്തിന് ആർത്തി കയറിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തത്. ഈ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ടത്. എവിടെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൂടിപ്പോയ അവന്മാരെയൊക്കെ ജാമ്യത്തിരിഞ്ഞു വിടും. പെൺകുട്ടി ചെയ്തത് അബദ്ധമാണ് കാണിച്ചിരിക്കുന്നത്. പോയി ജീവിക്കണമായിരുന്നു. അവർക്ക് ജോലിയുണ്ടല്ലോ. പിന്നെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും നല്ല ആലോചന നടത്തി കല്യാണം നടത്തിയതിനായിരുന്നു. ആലോചിച്ച് വേറെ ആലോചനയായിട്ട് കല്യാണം നടത്തി. അതല്ലെങ്കിൽ തന്നെ ഇപ്പം 24 വയസ്സല്ലേ ആയുള്ളൂ. അങ്ങനെയൊക്കെ ആയനായിരുന്നു. ഇത് ഈ കുട്ടി ചെയ്തത് വെറും മണ്ടത്തരമാണ്. ഇനിയിപ്പോൾ അന്വേഷണത്തിൽ ഇനിയിപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെ പോലീസ് കണ്ടെത്തും. ഒളിവിൽ പാതാളത്തിനകത്തിരിക്കണ ഏത് പാതാളത്തിനകത്ത് പോയി ഒളിച്ചിരിക്കണവനും അച്ഛനും അമ്മയും. എന്നാലും അതറിയാമായിരുന്നല്ലോ, വീട് പൂട്ടി എല്ലാവരെയും മൊബൈൽ സ്വിച്ച് ഓഫ്. അപ്പം ഇവരെ കള്ളത്തരമില്ലാത്തതുകൊണ്ടാണോ? ഒരു കള്ളത്തരം ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. ഈ അച്ഛനും അമ്മയും സൈഡായിരുന്നിട്ടുണ്ട് ഈ മോന് സപ്പോർട്ട് കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇത് നമ്മളെ നാട് ഇതാണ്. ഇങ്ങനെയൊക്കെയാണ് നാടിൻ്റെ പോക്കുകൾ. പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ. അച്ഛൻ പറയണ ഏതറ്റം വരെ പോരാടും എന്ന് തന്നെയാണ് പറയണത്. എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളാണ് അവൻ്റെ അക്കൗണ്ടിലോട്ട് പോയത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് തന്നെ ആയാലും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടണം. യവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം. യവന് അതിൻ്റേതായ ശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മേഘയ്ക്ക് നീതി കിട്ടട്ടെ. എവിടെ പോയി ഒളിച്ചിരിപ്പുണ്ട്. പിന്നെ ഓരോരുത്തർ കുറ്റിക്കാട്ടിലും അവിടെ ഒളിച്ചിരിക്കുന്നവരെ പിടിക്കണം. ഇത് പിന്നെ എന്താണ്, ഇവന് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനായിട്ടാണോ ഇവനെ പിടിക്കാൻ ഉള്ള ഒരു അറപ്പ് കാണിക്കണതാ? ഇനി ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കളിയുണ്ടോ എന്നറിയാൻ പറ്റൂല.